Hi children, how are you? All of you fine? Okay. Then chapter 7 As Stone as Wind, page number 80. All of you take your textbook, page number 80, Sensing the Smell. All of you listen here. We come to know that jasmine flowers have bloomed or a perfume bottle has been opened when from a distance. How does this happen? Let us try out. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് വീണ്ടും തന്നിട്ടുണ്ട്. ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലാസ്സിൽ എന്തൊക്കെയോ ചെയ്യുകയാണ്. അതിന് മുമ്പ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഒരു മുല്ലപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ സ്മെല്ല് കൊണ്ട് ഇവിടെ അടുത്ത് എവിടെയോ ഒരു പൂവ് വിരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പ്രേ എത്ര ദൂരം നിന്നായാലും നിങ്ങൾക്ക് അതിൻ്റെ മണം നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുക? എങ്ങനെയാണ് നമുക്ക് ആ സെൻസ് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നത്? എങ്ങനെയാണ്? നമ്മുടെ നോസ്, നമ്മുടെ ബോഡി പാർട്സിൽ അല്ലേ ഒന്നായ നോസ് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? സ്മെല്ലുകൾ അല്ലേ, ഗുഡ് സ്മെല്ലായാലും ബാഡ് സ്മെല്ലായാലും നമ്മളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ നോസാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സ്പെരിമെൻ്റ് ഒരു സ്മെല്ലുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് ഒരു സ്മെല്ലിനെ തിരിച്ചറിയാം? കളക്ട് ദ സ്മോക്ക് ഓഫ് ആൻ ഇൻസെൻസ് സ്റ്റിക്ക് ഇൻ എ ഗ്ലാസ് ടംബ്ലർ ആൻഡ് കവർ ഇറ്റ് വിത്ത് എ കാർഡ്ബോർഡ്. ഇവിടെ തന്നിരിക്കുന്ന എക്സ്പെരിമെൻ്റ് ഒരു എന്തെങ്കിലും ഒരു സ്റ്റിക്ക്, അതായത് ചന്ദനത്തിരി അല്ലേ, നമ്മൾ അഗർബത്തി എന്നൊക്കെ പറയും, അതോ അല്ലെങ്കിൽ നല്ല മണമുള്ള ഏതെങ്കിലും ഒരു സാമ്പ്രാണിയോ അതിൻ്റെയൊക്കെ ഒരു മണം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഗ്ലാസ്, ഒരു കുപ്പി ഗ്ലാസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ കളക്ട് ചെയ്യുക. അതിൻ്റെ സ്മെല്ല് മാത്രം, ആ സ്മോക്ക് മാത്രം കളക്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു കാർഡ്ബോർഡ് വയ്ക്കുക. ദ സ്മോക്ക് കംസ് അപ്പ് വെൻ എ കാർഡ്ബോർഡ് ഈസ് റിമൂവ്ഡ്. കാർഡ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അത് പുറത്ത് പോവാതിരിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് അതിന് മുകളിൽ വയ്ക്കുക. അത് നീക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള സ്മെല്ല് പുറത്തേക്ക് വരുന്നത്? ഡു യു സെൻസ് ദ ഫ്രേഗ്രൻസ്? എന്താണ് ഫ്രേഗ്രൻസ്? സുഗന്ധം. ഓഫ് ദ ഇൻസെൻസ് സ്റ്റിക്ക്. ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധം, സ്മെല്ല് അല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് ആ സ്മെല്ല് കിട്ടിയത്? This is because the fragrance of the incense stick mixes with air and spreads all around. അതിൻ്റെ ആൻസർ തന്നെയാണ് താഴെ തന്നിട്ടുണ്ട്. ഈ കത്തിച്ചു കഴിഞ്ഞാൽ ആ ഇൻസെൻസ് സ്റ്റിക്ക് എന്തുമായി കൂടിച്ചേരുന്നു? ഈ അന്തരീക്ഷത്തിലുള്ള വായുവുമായി കൂടിച്ചേർന്ന് അതെന്താവുന്നു? ഈ അന്തരീക്ഷത്തിലേക്ക് അത് എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? ദിസ് ഈസ് ബിക്കോസ് ദ ഫ്രേഗ്രൻസ്, നമ്മൾ പറഞ്ഞു സുഗന്ധം, ഓഫ് ദ ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക്, അതിപ്പോൾ ചന്ദനത്തിരി ആവാം, മണമുള്ള എന്ത് വസ്തു അല്ലേ, ഒരു കോല് അല്ലേ, ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക് മിക്സസ് വിത്ത് എയർ. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കത്തിച്ച് കഴിഞ്ഞാൽ കത്തണമെങ്കിൽ തന്നെ എയർ വേണം. ആ എയറുമായി മിക്സ് ചെയ്ത് ആൾ എറൗണ്ട്, അത് വായുവിലൂടെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്നു. അപ്പോൾ ദൂരെയുള്ള ഒരു മുല്ലപ്പൂവ് അല്ലേ, നമ്മുടെ ഗാർഡനിലുള്ള ഒരു പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ, മുല്ലപ്പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ നിങ്ങൾ മുട്ട് രാത്രി കൊടുന്ന് വെച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ റൂം മുഴുവൻ ആ പൂവ് വിരിഞ്ഞ മണം കിട്ടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സ്മെല്ല് ഈ അന്തരീക്ഷത്തിലുള്ള വായുവുമായി കൂടി ചേർന്ന് അത് നമ്മുടെ നോസിലേക്ക് എത്തുമ്പോഴാണ് നമ്മളതിനെ സെൻസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് കൂട്ടുകാർ ചെയ്ത് നോക്കുക അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ബിരിയാണി ചെമ്പൊക്കെ തുറക്കുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗേറ്റിലെത്തുമ്പോൾ തന്നെ അവിടെ എന്താണ് ഫുഡ് നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയും അല്ലേ, മനസ്സിലാക്കാൻ കഴിയും അല്ലേ. അത്രയും സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അന്തരീക്ഷത്തിലുള്ള വായുവുമായി കൂടിച്ചേരുമ്പോഴാണ് അതിങ്ങനെ എല്ലായിടത്തേക്കും പരന്ന് നമുക്കതിൻ്റെ മണം കിട്ടുന്നത്. അങ്ങനെയാണ് അത്. അപ്പോൾ അതിനൊരു എക്സ്പെരിമെൻ്റ്, ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് എല്ലാവരും ചെയ്യുക. അതൊരു കുന്തിരിക്കോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ കാണാം സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുന്ന കൊതുക് തിരിയൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെയൊക്കെ സ്മെല്ല്. അത് ഏതെങ്കിലും ഒന്നൊരു ഗ്ലാസ്സിലേക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ പുക എടുത്ത് അത് നന്നായി അടച്ചു വയ്ക്കുക. പിന്നീട് അതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദൂരെ പോയി നിന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ മണം തിരിച്ചറിയാൻ സാധിക്കും.
അപ്പോൾ ഇതിൻ്റെ ആൻസറും ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഹെഡിങ് എഴുതി. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഡു യു സെൻസ് ദ ഫ്രേഗ്രൻസ് ഓഫ് ദ ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് ക്വസ്റ്റ്യൻ എഴുതിയതിന് താഴെയുള്ള 2 വരികൾ എഴുതി ചേർക്കുക. ദിസ് ഈസ് ബിക്കോസ് ദ ഫ്രേഗ്രൻസ് ഓഫ് ദ ഇൻസെൻസ് സ്റ്റിക്ക് മിക്സസ് വിത്ത് എയർ ആൻഡ് സ്പ്രെഡ്സ് ആൾ അറൗണ്ട്. സ്പ്രെഡ് ചെയ്യുക, എല്ലായിടത്തേക്കും വ്യാപിക്കുക, ഈ ചുറ്റുവട്ടത്തേക്ക് മുഴുവൻ വ്യാപിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഐ ടു ഹാവ് വെയ്റ്റ്. എനിക്കും ഭാരമുണ്ട്. അടുത്ത എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ്? ഐ ടു ഹാവ് വെയ്റ്റ്. നോക്കൂ, അവിടെ ഗേൾ എന്താ ചെയ്യുന്നത്? അവൾ എന്തോ ഒരു ത്രാസ്, നമ്മൾ കടകളിലൊക്കെ പണ്ടുണ്ടായിരുന്നു തൂക്കാൻ. ഇന്നിപ്പോൾ ഓട്ടോമാറ്റിക് മെഷീനാണ് അല്ലേ, ഇങ്ങനെ കറണ്ടിൽ പ്രവർത്തിക്കുന്നതാണ്. പണ്ട് ഇങ്ങനെ ത്രാസായിരുന്നു അല്ലേ. ഒന്നിലൊരു കട്ടി വെക്കും, 1 കിലോ പഴം. അപ്പോൾ 1 കിലോൻ്റെ ഒരു ത്രാസ് കട്ടി ഉണ്ടാവും. ആ കട്ടി 1 കിലോ വെക്കും. ഇപ്പുറത്തെ ത്രാസിൽ 1 കിലോ പഴം അല്ല, അതിനനുസരിച്ച് രണ്ടും ഈക്വലായി നിൽക്കുമ്പോഴാണത് ആ വെയിറ്റ് തുല്യമാകുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ തൂക്കി കൊടുക്കുന്ന കടകളൊക്കെ വളരെ ചുരുക്കമാണ്. ഇന്നൊക്കെ ഓട്ടോമാറ്റിക് മെഷീനാണ്. നിങ്ങൾക്കിങ്ങനെ കാണാം, അക്കങ്ങളിങ്ങനെ ചുവന്ന അക്കങ്ങളിങ്ങനെ ഓരോ കിലോയ്ക്ക് അനുസരിച്ച് അത് മാറി മാറി കാണിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് ഈ കുട്ടി എന്താണ് എക്സ്പെരിമെൻ്റായി ചെയ്യുന്നത്? ഒരു നൂലിൽ കെട്ടിയിരിക്കുന്ന നടുക്ക് ഒരു വടിയിൽ കെട്ടിയിട്ട് അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. 2 അറ്റത്തും നൂലിൽ ഒന്നിലൊരു ബോള് അല്ലേ, ഒരു ബലൂണിൻ്റെ ഒരു ബോളും ഉണ്ട്, ഒന്നിലൊരു പേപ്പർ ഗ്ലാസ്സും ഉണ്ട്. നോക്കൂ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന്. ഹാങ് എ ബിഗ് ബലൂൺ ഓൺ വൺ എൻഡ് ആൻഡ് എ പേപ്പർ കപ്പ് ഓൺ ദ അതർ എൻഡ് ഓഫ് എ ലോങ് സ്റ്റിക്ക്. നീളമുള്ള വടിയുടെ ഒരറ്റത്ത് ഒരു ബലൂണും മറ്റേ അറ്റത്തൊരു നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പായസം കുടിക്കുന്ന അല്ലേ ഒരു പേപ്പർ കപ്പും ഉണ്ട്. നൗ ടൈ എ ത്രെഡ് ഇൻ ദ മിഡിൽ ഓഫ് ദി സ്റ്റിക്ക്. അതിൻ്റെ ഏറ്റവും നടുക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നൂല് ഉപയോഗിച്ച് കൃത്യം സെൻറ്ററിൽ തന്നെ ആയിരിക്കണം ഒരു ത്രെഡ് ഉപയോഗിച്ച് കെട്ടുക. ആൻഡ് ഹാങ് ഇറ്റ് ലൈക്ക് എ ബാലൻസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അതിനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലൊരു സ്ഥലത്ത് അതിനെ കെട്ടിയിടുക, ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ. ദെൻ പേജ് നമ്പർ 81. പുട്ട് എ പിയാ സീഡ് ഇൻ ദ പേപ്പർ കപ്പ് ടു ബാലൻസ് ദ വെയ്റ്റ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ബലൂണാണ്. നിങ്ങൾ ആ പേപ്പർ കപ്പിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള പീ സീഡ് അല്ലേ, നമുക്കറിയാം പയറിൻ്റെ വിത്ത് അല്ലേ, പയറിൻ്റെ നല്ല മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ധാരാളം പയറിൻ്റെ മണികൾ കിട്ടും. അത് ഓരോന്നോരോന്നായിട്ട് ആ പേപ്പർ കപ്പിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. എത്രത്തോളം പീ സീഡ്, എത്രത്തോളം പയറിൻ്റെ വിത്തിട്ടപ്പോഴാണ് ഈ ബലൂണിനോടൊപ്പം അത് ബാലൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ പേപ്പർ കപ്പിലുള്ള പയറുമണികൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അതേ വെയിറ്റാണ് ഈ ബലൂണിനുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നിങ്ങളുടെ വീട്ടിൽ പയർ വിത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ വലുപ്പത്തിലുള്ള കല്ലുകളുണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ ചല്ലി ഇറക്കിയിട്ടുണ്ടാവും. അതിനൊക്കെ ഒരേ വലുപ്പത്തിലുള്ള കല്ലുകൾ ഇട്ട് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പുട്ട് എ പീ സീഡ് ഇൻ ദ പേപ്പർ കപ്പ് ടു ബാലൻസ് ദ വെയ്റ്റ്. നൗ ബ്ലോ എയർ ഇൻ ടു ദ ബലൂൺ. വാട്ട് ഹാപ്പൻസ് ടു ദ ബാലൻസ്? വൈ? ഹൗ മെനി പീ സീഡ് ഡിഡ് യു പുട്ട് ഇൻ ദ കപ്പ് ടു ബാലൻസ് ദ വെയ്റ്റ്? റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ബലൂണിൽ കാറ്റ് നിറയ്ക്കാതെ, ഈ ബലൂൺ എങ്ങനെയുള്ള ബലൂണാണ്? നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കാൻ എയർ നിറയ്ക്കുന്ന ബലൂണാണ്. അതിൻ്റെ അടപ്പ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിൽ എയർ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോവും. പിന്നീട് നമുക്കത് എന്ത് ചെയ്യാം? വായു ഉപയോഗിച്ച് നമുക്കത് എന്ത് ചെയ്യാം? വായു നിറച്ച്. അപ്പോൾ ആദ്യം അതിൽ എയർ ഇല്ലാതെ ഒന്ന് തൂക്കി നോക്കുക. അപ്പോൾ എത്ര പീ സീഡ് വന്നു, പിന്നീട് ആ ബലൂണിൽ എയർ നിറച്ചതിന് ശേഷം എത്ര പിയാ സീഡ് ഇട്ടപ്പോഴാണ് ഇത് രണ്ടും ബാലൻസ് ആയത്. കൂട്ടുകാർ ഒന്ന് എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയതിന് ശേഷം അതിൻ്റെ കണ്ടെത്തലുകൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, ഈസി അല്ലേ? അടുത്ത പവർ ഓഫ് ദ വിൻഡ്. കാറ്റിനും ശക്തിയുണ്ട്. പവർ ഓഫ് ദ വിൻഡ്. വിൻഡ് എല്ലാവർക്കും അറിയാലോ, കാറ്റ് അല്ലേ? കാറ്റിന് ശക്തിയുണ്ട്.
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തമിഴ്നാട് ആ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെ വിൻഡ് മീൽ അല്ലേ, കാറ്റാടി യന്ത്രങ്ങൾ, ഇന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന യാച്ച്, പായ്ക്കപ്പൽ അല്ലേ. ഈ പായ്ക്കപ്പൽ എങ്ങനെയാണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത്? കാറ്റിൻ്റെ ശക്തിക്ക് അനുസരിച്ചാണ് അത് ഓരോ ഭാഗത്തേക്ക്. ഇതാ ഈ ധാരാളം പായ് കെട്ടിയ ഈ കപ്പൽ നീങ്ങുന്നത്. യാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പായ്ക്കപ്പൽ, പായ്ക്കപ്പൽ. അപ്പോൾ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ കാറ്റിൻ്റെ ശക്തി, അതിൻ്റെ ഫോഴ്സിലാണ് ഈ വിൻഡ് മീലും ഈ പായ്ക്കപ്പലൊക്കെ പ്രവർത്തിക്കുന്നത്. പവർ ഓഫ് ദ വിൻഡ്. ഈ കുട്ടി കയ്യിൽ കറക്കുന്ന ഈ പമ്പരം എത്ര പേരുണ്ടാക്കിയിട്ടുണ്ട് കുട്ടിക്കാലത്ത്? ഇപ്പോഴും നിങ്ങൾ ഉണ്ടാക്കി കളിക്കാറുണ്ടാവും അല്ലേ. ഓല കൊണ്ട് പമ്പരം ഉണ്ടാക്കി അതിൽ ഈർക്കിൽ വെച്ചിട്ട് നിങ്ങൾ ഓടുമ്പോൾ എന്തുണ്ടാവും? ആ ഓടുന്നതിനനുസരിച്ച് ഓപ്പോസിറ്റുള്ള ആ എയറിനനുസരിച്ച് അതെന്ത് ചെയ്യും? അതിങ്ങനെ ശക്തിയിൽ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഡിഡ് യു സീ ദ കാറ്റാടി ഇൻ ശ്രേയാസ് ഹാൻഡ്. ഈ കുട്ടിയുടെ പേരാണ് ശ്രേയ. അവളുടെ കയ്യിലുള്ള ആ കാറ്റാടി ഇവിടെ തന്നിരിക്കുന്നതിന് പേരെന്താണ്? കാറ്റാടിയാണ്. അത് എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് കണ്ടോ? വൈ ഡസ് ഇറ്റ് സ്പിൻ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എങ്ങനെയാണ് അത് കറങ്ങുന്നത്? യെസ്, അതിന് താഴെ തന്നിട്ടുണ്ട് മൂവിങ് എയർ ഈസ് വിൻഡ്. എന്താണ് വിൻഡ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് വിൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുതുക മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. അപ്പോൾ മൂവിങ് എയർ ഈസ് വിൻഡ്. അതിൻ്റെ ഈ എക്സ്പെരിമെൻ്റ് എന്താണ് ചെയ്തത്? എങ്ങനെയാണ് കറങ്ങുന്നത്? മൂവിങ് എയർ ഈസ് വിൻഡ്. എയർ ഹാസ് പവർ. വായുവിനും എന്തുണ്ട്? ശക്തിയുണ്ട് അല്ലേ. നമ്മുടെ വീടുകളിൽ അലക്കി വിരിച്ച തുണികളൊക്കെ ശക്തമായൊരു കാറ്റ് വീശിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വീടുകളിലെ പറമ്പിലോ മുറ്റത്തൊക്കെ പോയി വീഴും അല്ലെ. അതേപോലെ തന്നെ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ അല്ലേ, അതൊക്കെ കാറ്റടിച്ചുകൊണ്ട് അതങ്ങനെ നീങ്ങി പോകുന്നത് കാണാം അല്ലേ. മരങ്ങൾ വീഴുന്നു. അതൊക്കെ എങ്ങനെയാണ്? ആ എയറിൻ്റെ ഫോഴ്സ് അല്ല, അതിൻ്റെ ശക്തിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ശ്രേയയുടെ കയ്യിലുള്ള കാറ്റാടി കറങ്ങുന്നത്? എങ്ങനെയാണ്? മൂവിങ് എയർ ഈസ് വിൻഡ്, എയർ ഹാസ് പവർ. അപ്പോൾ അത് നോട്ട്ബുക്കിലേക്ക് കൂട്ടുകാരെഴുതി ചേർക്കുക. ഓക്കെ, അടുത്ത് അതിൻ്റെ താഴെ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞു വിൻഡ് മീൽ ഫീൽഡ് അല്ലേ, കാറ്റാടി യന്ത്രം. വിൻഡ് മീൽ എന്താണ്? കാറ്റാടി യന്ത്രം. യാച്ച് പായക്കപ്പൽ. നോക്കൂ, അതിന് താഴെ തന്നിട്ടുള്ള നീല കളറിലുള്ള ലൈൻ എല്ലാവരും ഒന്ന് ബോക്സിലാക്കൂ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച്. എയർ, വാട്ടർ വേപ്പർ എക്സെട്ര ആർ ഗ്യാസസ്. അപ്പോൾ നമ്മൾ ആദ്യം സോളിഡിനെ കുറിച്ച് പഠിച്ചു, ലിക്വിഡ് പഠിച്ചു, ഇപ്പോഴതാ ഗ്യാസസ്. എന്താണ് വാതകം? അപ്പോൾ വാതകം എന്നുള്ളതിന് ഉദാഹരണമാണ് ഏതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഗ്യാസസ് ഏതൊക്കെയാണ്? ഏതൊക്കെ എക്സാമ്പിൾ പറയാം ഗ്യാസസിന്? എയർ, വാട്ടർ വേപ്പർ അല്ലേ. ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാതകം അല്ലെ. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? എയർ, വാട്ടർ വേപ്പർ അല്ലെ. നീരാവി, വായു. എന്താണ് വാട്ടർ വേപ്പർ? നീരാവി. ഇതൊക്കെ ഏതിന് ഉദാഹരണങ്ങളാണ്? ഈ ഗ്യാസസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സോളിഡിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പറയൂ? സോളിഡിന് ധാരാളം എക്സാമ്പിൾ നമുക്ക് പറയാം അല്ലേ. സോളിഡിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? യെസ്, പെൻ അല്ലേ. നമ്മുടെ കൈകൊണ്ട് എടുക്കാൻ കഴിയുന്ന എല്ലാ വസ്തുക്കളും എന്താണ്? ഖരവസ്തുക്കളാണ്. പെൻ, ബുക്ക് അല്ലേ, പെൻസിൽ, ബോക്സ് എല്ലാം, ഈ ടേബിൾ, ഇതൊക്കെ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് എന്തിനു പറയാം? ഈ സോളിഡിന് പറയാം. ഇനിയോ ലിക്വിഡ്. എന്താണ് ലിക്വിഡ്? ലിക്വിഡ് എന്താണ്? ദ്രാവകം അല്ലേ. ദ്രാവകം അല്ലേ, ഒഴുകുന്നവയാണ്. ക്യാൻ ഫ്ലോ അല്ലേ. ഒഴുകുന്ന വസ്തുക്കളെയൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? നമ്മുടെ ലിക്വിഡിന് ഉദാഹരണം. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണ്? വാട്ടർ. പിന്നെയോ ഹണി അല്ലേ. ഇതൊക്കെ ഒഴുകുന്നവയാണ്. പെട്രോൾ, ഹണി, ഇതൊക്കെ മിൽക്ക് എക്സെട്ര ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം 3 അവസ്ഥകളാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരവസ്തുവാണ്, ഖരം. ഇത് വാതകം.
അപ്പോൾ ഗ്യാസസിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? എയർ, വാട്ടർ വേപ്പർ ആർ ഗ്യാസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 അവസ്ഥകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്? റൈറ്റ് ദം ഡൗൺ. എന്തെല്ലാം പ്രോപ്പർട്ടീസാണ് ഗ്യാസസിനുള്ളത്? എന്തെല്ലാം പ്രത്യേകതകളാണ് അതിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? കൂട്ടുകാർ പറയൂ. ഒന്ന് അവിടെ തന്നിട്ടുണ്ട്, ഉറക്കെ വായിക്കൂ. യെസ്, എന്താണ് അവിടെ തന്നിരിക്കുന്നത്? ഗ്യാസസ് ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അല്ലേ, കൃത്യമായ ഷേപ്പില്ല. അല്ലേ, നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെയാണ് എയറിൻ്റെ ഷേപ്പ് ഒന്ന് പറഞ്ഞേ. എയറിന് ഷേപ്പില്ല, പക്ഷെ നമുക്കത് എങ്ങനെ അറിയാം? ഫീൽ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഹാൻഡിൽ അല്ല കയ്യിലേക്ക് ഒന്നിങ്ങനെ ഊതി നോക്കൂ, അപ്പോൾ നമുക്കൊരിങ്ങനെ ഒരു ഫീൽ ചെയ്യും. അല്ലേ, അപ്പം ഇവിടെ തന്നിരിക്കുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ നമ്മളിങ്ങനെ ഊതിക്കഴിഞ്ഞാൽ ആ ടേബിളിൻ്റെ മുകളിൽ നിന്ന് അല്ലേ ഫാന് തട്ടിക്കഴിഞ്ഞാൽ ആ പേപ്പർ പറന്നു പോകുന്നത് കാണാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? രൂപമില്ല, കനോട്ട് ഷേപ്പ്. പക്ഷേ എന്തില്ല? പക്ഷേ അതിനെന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്, ശക്തിയുണ്ട്. അല്ലേ, ഗ്യാസസ് ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അത് ഒന്നാമത്തെ. അപ്പോൾ ചോദ്യം നിങ്ങൾ എഴുതണം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്? റൈറ്റ് ദം ഡൗൺ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക. ഗ്യാസസ് ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ അടുത്തത് എന്താണ് ഗ്യാസസിനുള്ളത്? പറയൂ. യെസ്, ഗ്യാസസ് ഒക്യുപ്പൈ സ്പേസ്. അടുത്ത ബുള്ളറ്റ് എന്തെഴുതാം? ഗ്യാസസ് ഒക്യുപ്പൈ സ്പേസ്. അല്ലേ, ഒരു ബലൂണിൻ്റെ ഉള്ളിലേക്ക് കൊള്ളാവുന്ന അത്ര എയറെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അതിൽ നിറയ്ക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ബലൂൺ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ എയർ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ ബലൂണ് പൊട്ടിപ്പോവും. അല്ലേ, അതിന് കൊള്ളാവുന്ന അതിന് സ്പേസ് എത്രത്തോളം ഉണ്ട് അത്രയും മാത്രമേ അതിൽ കൊള്ളിക്കാൻ കഴിയുള്ളൂ. അപ്പം അതിന് സ്പേസ് ആവശ്യമാണ്. പിന്നെ എന്തെഴുതാം? ഗ്യാസസ്. യെസ്, ഗ്യാസസ് കനോട്ട് ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞു. ഗ്യാസസ് ഹാവ് വെയിറ്റ്. എന്തുണ്ട്? ഭാരമുണ്ട്. അല്ലേ, സ്പേസ് വേണം, ഭാരമുണ്ട്, പക്ഷെ ഷേപ്പില്ല. അല്ലേ, ഷേപ്പും സ്പേസും എല്ലാം വേണ്ടത് അല്ലേ ഒരാൾക്ക് മാത്രമാണ്. ഇതിലാർക്ക്? സോളിഡ്. അല്ലേ, സോളിഡ്. ഇപ്പോൾ ഈ മാർക്കർ ആയിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റായി നമുക്ക് എന്തുണ്ട്? ഷേപ്പുണ്ട്, ഇതിന് വെയിറ്റ് ഉണ്ട്, സ്പേസും ആവശ്യമാണ്. അല്ലേ, ഇതെല്ലാം ഉള്ളത് ആർക്ക് മാത്രം? ഖരവസ്തുക്കൾക്കാണ്. പക്ഷേ നമ്മുടെ വെള്ളം അല്ലേ, വെള്ളത്തിന് ഷേപ്പില്ല. അതിരിക്കുന്ന പാത്രം എങ്ങനെയാണോ ആ പാത്രം, ബോട്ടിലാണെങ്കിൽ ആ ബോട്ടിലിൻ്റെ ഷേപ്പാവും, വലിയൊരു കുടമാണെങ്കിൽ ആ കുടത്തിൻ്റെ ഷേപ്പാവും വെള്ളത്തിന്. അതുപോലെ തന്നെയാണ് ഗ്യാസസ്. അല്ലേ, ഒരു ബലൂണിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഉള്ളിലുള്ള എയർ, വായു. അപ്പോൾ ഷേപ്പും വെയിറ്റും സൈസും ഒക്കെ ഉള്ളത് ആർക്കാണ്? ഷേപ്പൊക്കെ ഉള്ളത് ആർക്കാണ്? സോളിഡിനാണ്, ഖരവസ്തുക്കൾക്കാണ്. പക്ഷേ ഷേപ്പ് ഇല്ലാത്ത 2 പേരാണ് ആര്? ഏതിലാണോ ഇരിക്കുന്നത് അതാണ് അതിൻ്റെ ഷേപ്പ്. ഗ്യാസസ് ആൻഡ് ലിക്വിഡ്. അല്ലേ, ഒഴുകുന്നവ. ഓക്കെ, ദെൻ പ്ലാസ്മ. അടുത്ത പേജ് നോക്കൂ. പ്ലാസ്മ. എന്താണ് പ്ലാസ്മ? Besides the solid, liquids and gas states, matter has other states also. ഖരം, ദ്രാവകം, വാതകം അല്ലാതെ വേറൊരു അവസ്ഥ കൂടിയുണ്ട്. അതാണ് പ്ലാസ്മ അവസ്ഥ. പ്ലാസ്മ ഈസ് വൺ ഓഫ് ദം. ഫയർ ആൻഡ് ലൈറ്റിംഗ് ആർ ഇൻ ദ പ്ലാസ്മ സ്റ്റേറ്റ്. ഫയർ അറിയാലോ, തീയും ലൈറ്റിനിങ് ആൻഡ് ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് എക്സാമ്പിളാണ്. അപ്പോൾ കൂട്ടുകാർ ഖരം, ദ്രാവകം, വാതകം അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് അതിനോടൊപ്പം പഠിക്കേണ്ട ഒന്നുകൂടിയാണ് പ്ലാസ്മ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ്. ഇപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് ഹെഡിങ് കൊടുത്തൊരു ടേബിൾ ഉണ്ടാക്കുക. ഇവിടെ നമുക്കൊരു എന്ത് ചെയ്യാം? ഇത് ആദ്യം നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഈ പേജ് നമ്പർ 81 വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്? റൈറ്റ് ദം ഡൗൺ എന്ന് തന്നിട്ടുണ്ടല്ലോ. ഗ്യാസസ് ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. പിന്നെ നമ്മളിവിടെ എഴുതിയ 2 എണ്ണം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. പ്ലാസ്മ എന്ന് പറയുന്ന ഈ ബോക്സും നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് നിങ്ങളൊരു ടേബിൾ ഉണ്ടാക്കുക.
ആ ടേബിളിൽ 3 ഹെഡിങ് കൊടുക്കുക. അതാണ് നെക്സ്റ്റ് പേജിൽ അവിടെ തന്നിട്ടുണ്ട്. എല്ലാവരും നെക്സ്റ്റ് പേജ് നോക്കൂ. യെസ്, കംപ്ലീറ്റ് ദ ടേബിൾ അല്ലേ. അതിൽ തന്നിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, സ്പേസ് ടു എക്സിറ്റ്, സ്റ്റേറ്റ്. അപ്പോൾ നോക്കുക, ആദ്യത്തെ കോളത്തിൽ ഒബ്ജക്ട്സ് ആണ്. അവിടെ ടിക്ക് ചെയ്യാണ് വേണ്ടത്. കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ എന്താ വേണ്ടത്? കംപ്ലീറ്റ് ദ ടേബിൾ. ആ ടേബിൾ ഒന്ന് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ നോക്കട്ടെ. ആദ്യം നിങ്ങൾക്ക് എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒബ്ജക്ട്സ്, കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ എന്താണ്? യെസ്, വെയിറ്റ് ഉണ്ട് അല്ലേ. നമ്മൾ പറയാറുണ്ട് 1/2 ലിറ്റർ വെളിച്ചെണ്ണ, 100 വെളിച്ചെണ്ണ അല്ലെ, ലൂസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ബോട്ടിലിൽ കുപ്പിയിലൊക്കെ 2 ലിറ്റർ 1/2 ലിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിനെന്തുണ്ട്? വെയിറ്റ് ഉണ്ട് അല്ലേ. വെയിറ്റ് നമ്മളെങ്ങനെ നോക്കുക? അതിന് എത്ര തൂക്കമുണ്ട് എന്നാണ് നോക്കുക. വെളിച്ചെണ്ണയ്ക്ക് തൂക്കമുണ്ട്. നെക്സ്റ്റ് കോളം ഷേപ്പ്. ഷേപ്പ് ഉണ്ടോ? ഇല്ല. സ്പേസ് ടു എക്സിറ്റ്, ശരിയാണ്, സ്ഥലം ആവശ്യമാണ്. അതിൻ്റെ അവസ്ഥ, സ്റ്റേറ്റ് എന്താണ്? യെസ്, ലിക്വിഡ്. കൂട്ടുകാർക്ക് മനസ്സിലായോ അത്? നെക്സ്റ്റ് ടേബിൾ. ടേബിളിന് വെയിറ്റ് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലുള്ള ടേബിളിന് വെയിറ്റ് ഉണ്ടോ? യെസ്, വെയിറ്റ് ഉണ്ട്. അവിടെ ടിക്ക് ചെയ്യുക. ഷേപ്പ്. ഷേപ്പ് ഉണ്ടോ? ഷേപ്പ് ഉണ്ട്. സ്പേസ് ടു എക്സിറ്റ്. ആ ടേബിൾ വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് ഒരിക്കലും നമുക്കൊരു ടേബിൾ വയ്ക്കാൻ സാധിക്കില്ല അല്ലേ. ആ ടേബിളിന് ഇരിക്കാൻ സ്ഥലം ആവശ്യമാണ്. അതിൻ്റെ അവസ്ഥ ഏതാണ്? സോളിഡാണ് അല്ലേ, ഖരവസ്തുവാണ്. കോക്കനട്ട് ഓയിൽ ലിക്വിഡാണ്, ദ്രാവകമാണ്, ഒഴുകുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്ക്. എയർ, വായു. അതിന് വെയിറ്റ് ഉണ്ടോ? യെസ്, വായുവിന് ഭാരമുണ്ട് അല്ലേ. അടുത്തതോ ഷേപ്പ്. ഷേപ്പില്ല. സ്പേസ് ടു എക്സിറ്റ്, സ്ഥലം ആവശ്യമാണ്. അതിൻ്റെ അവസ്ഥ ഏതാണ്? ഗ്യാസാണ്. ഇനി അടുത്തത് നോക്കൂ. വാട്ടർ വേപ്പർ, മിൽക്ക്, ഐസ്. 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് 3 ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നന്നായി ചെയ്യണം. ചിന്തിച്ചതിന് ശേഷം വേണം ചെയ്യാൻ. അവസാനത്തെ കോളം നിങ്ങളൊരു പേര് എഴുതി അതൊന്ന് ചെയ്യും. കൂട്ടുകാർ ചെയ്യില്ലേ? ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം താഴെ ഒരു ബോക്സ് നോക്കൂ. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസസ്. ഒബ്ജക്ട്സ് അറൗണ്ട് അസ് എക്സിറ്റ് കോമൺലി ഇൻ 3 സ്റ്റേറ്റ്സ്. നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ 3 എണ്ണമാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെയാണത്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? 3 എണ്ണമാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഒബ്ജക്ട്സ് അറൗണ്ട് ആസ് എക്സിറ്റ് കോമൺലി ഇൻ 3 സ്റ്റേറ്റ്സ്. ഈ 3 എണ്ണത്തിലും പെടാത്തവയെ നമ്മൾ എന്തുണ്ട്? പ്ലാസ്മ എന്ന് പറയുന്ന വേറൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫയറും ലൈറ്റനിങ്ങും ഒക്കെ ഏത് അവസ്ഥയാണ്? പ്ലാസ്മ അവസ്ഥയാണ്. നെയ്മിലി സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന ബോക്സ് എഴുതി ഇതിന് ധാരാളം എക്സാമ്പിളും ഒരു ടേബിൾ ആക്കിയിട്ട് എഴുതുക അല്ലേ. നമുക്ക് എന്ത് എഴുതാം? ഇവിടെ പെൻ എന്നുള്ള ആദ്യത്തെ എക്സാമ്പിൾ എഴുതാം. ലിക്വിഡിന് നമുക്ക് എന്ത് എഴുതാം? കോക്കനട്ട് ഓയിൽ എഴുതാം. ഗ്യാസസിന് എന്ത് എഴുതാം? നമുക്ക് എയർ എഴുതാം. ഓക്കെ, അങ്ങനെ ഈ ടേബിൾ ഇതിനുള്ള എക്സാമ്പിൾസ് എഴുതി അങ്ങനെ ഒരു ടേബിളും ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഈ ടേബിൾ നോട്ട്ബുക്കിലേക്ക് എഴുതി എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ബോക്സിൻ്റെ ടേബിളാണ് ഇവിടെ ഉള്ളത്. 3 അവസ്ഥകളുടെ എക്സാമ്പിൾ, പിന്നെ ഇത് എങ്ങനെയൊക്കെയാണ് ടിക്ക് ചെയ്യേണ്ടതെന്നും കൂടെ എഴുതി അടുത്ത ക്ലാസ്സിലേക്ക് റെഡി ആയിരിക്കുക. ഓക്കെ, ബൈ.